my cuties, it's me Neeraja Bose Indian Secret Foodie. Welcome back to my YouTube channel. ഇന്ന് ഞാൻ സത്യം പറഞ്ഞ വേറൊരു വീഡിയോയുടെ ഇൻട്രോ എടുക്കാനിരുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇൻട്രോയിൽ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഷിഫ്റ്റ് ഡേ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള എൻ്റെ ഒരു ദിവസത്തിൻ്റെ ഓട്ടവും ചാട്ടവും എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്, റൂമിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കുഞ്ഞു 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 കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഓൾറെഡി വീഡിയോ ഷൂട്ട് ചെയ്തു, പക്ഷേ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. വേറൊരു ദിവസം നല്ല ഡ്രസ്സിലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇനി എനിക്കതിന് വെയിറ്റ് ചെയ്യാനുള്ള ടൈം തീരെ തന്നെ ഇല്ല. അപ്പം ഞാൻ കരുതി എന്തായാലും ഇൻട്രോ ഇന്ന് തന്നെ എടുക്കാമെന്ന്. കാരണം ഞാൻ വേറൊരു ഷൂട്ട് അത് നമ്മുടെ ടെമുവിൻ്റെ ഹോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രോ കൂടി എടുക്കണം എന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി വലിച്ച് നീട്ടില്ല എന്ന് കരുതി. അങ്ങനെയാണ് ഞാൻ ഇത്രയും നേരം പിടിച്ച് നിന്നത്. എൻ്റെ മൈക്ക് എൻ്റെ കാറിലാണ്. കാർ വരെ നടന്നു പോയി എടുക്കാനുള്ളൊരു മടി കാരണമാണ് മൈക്കില്ലാണ്ട് സംസാരിക്കുന്നത്. കൊച്ചു ക്ഷമിക്കുക. സോ എന്തായാലും ഞാൻ വലിച്ച് നീട്ടുന്നില്ല. ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കുഞ്ഞു കാര്യങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഗൈസ്, ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന ദിവസം കടകളൊക്കെ ഓഫായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് സൺഡേയും കൂടിയാണ്. സൺഡേ എന്നെ കണ്ടോ ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ സീക്രട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ സൺഡേ ഓഫായിരിക്കും. അപ്പം ഇവിടെയുള്ളൊരു കടകളെന്ന് വെച്ചിട്ട് നെയ്ജിയ കട മാത്രം എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അവിടെ ചിക്കൻ ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ ചിക്കൻ മേടിക്കാൻ വേണ്ടി വന്നത്. വീട്ടിൽ പോയി എന്തെങ്കിലും കുക്ക് ചെയ്യണ്ടേ, അപ്പോൾ ചിക്കൻ മേടിക്കാൻ വേണ്ടി. പക്ഷേ ഞാൻ കേരള കഫേയിൽ പോയിട്ട് ഓൾറെഡി ഞാൻ ഒരു ചായയും 2 പപ്സും കഴിച്ചായിരുന്നു. എന്നാലും ചിക്കൻ മേടിക്കാൻ വേണ്ടി വന്നേക്കുവാണ് ഞാൻ. അപ്പം ചിക്കൻ മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ സാധനങ്ങൾ മേടിച്ചിട്ട് ഈ തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നത് കേരള കഫേയിലാണ്. ഓൾറെഡി കേരള കഫേയിൽ നിന്ന് ഞാനൊരു ചായയും 2 പപ്സും കഴിച്ചായിരുന്നു ഗൈസ്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യാം. സോ ഗൈസ്, ഞാൻ വീടെത്തി. അപ്പം 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഞാൻ ഡ്രസ്സ് മാറ്റാൻ കാരണം ഞാൻ അടിയിലിട്ടുന്ന ബ്ലാക്കിൻ്റെ ടീഷർട്ട് വളരെ ചെറുതാണ്. അപ്പോൾ എനിക്ക് കേരള കഫേ പോകാനുള്ളതുകൊണ്ട് ഞാൻ ടീഷർട്ട് ഓൾറെഡി ഞാൻ കൊണ്ടുപോയി അവിടെ നിൽക്കുന്ന, അതായത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ടീഷർട്ട് മാറ്റി. അപ്പോൾ ഞാൻ ഇപ്പോൾ വീടെത്തിയിട്ട് മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുവാണ്. ചിക്കൻ ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇപ്പോൾ ചിക്കൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. സത്യം പറയാൻ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോവുകയാണ്. കണ്ടോ, എടുത്ത് വെച്ചു. സ്ട്രോബെറി വേണം ഗൈസ്. സ്ട്രോബെറി എടുത്ത് ഞാൻ മേടിച്ച സ്ട്രോബെറിയാണ്. സോ അപ്പോൾ ഞാൻ എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മകളിൽ ചെന്നിട്ട് എൻ്റെ ബാക്കിയുള്ള ഇന്ന് ഞാനിപ്പോൾ കുളിക്കുന്നത് നാളെയാണ്. കാരണം നമുക്ക് ടെമ്പിളിൽ പോകുന്നതുകൊണ്ട് കുളിയാണ്. ചില ഫേസ് കെയർ ഒക്കെ ചെയ്തതിന് ശേഷം മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, സോ അപ്പോൾ ഞാൻ മകളിൽ കയറി വന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ തൊണ്ടയിൽ ചെറിയൊരു കിച്ചുണ്ട്. 2 ദിവസം കൊണ്ട് എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും ദിവസവും വയ്യായ്മയാണോ? അതെനിക്ക് ഇമ്മ്യൂണിറ്റീൻ്റെ കുറച്ചൊരു കുറവുണ്ട്. എല്ലാം കുറച്ച് കുറവ് തന്നെ, എന്നാലും ബുദ്ധി ഉൾപ്പെടെ രഹസ്യമായ പരസ്യമായ എൻ്റെ രഹസ്യം ഞാൻ പുറത്ത് പറഞ്ഞതിന്. എന്നാലും നിങ്ങൾ അതിൻ്റെ ഒന്ന് കാര്യം കാരണം എനിക്ക് തൊണ്ട നല്ല പെയിനും ഉണ്ട്. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നോർമലി ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് കേരള കഫേയിൽ പപ്സ് തിന്നാൻ കൊതിയായിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറിയിട്ട് നേരെ കേരള കഫേ പോയി പപ്സും ഹോർലിക്സും കഴിച്ചു. അതിന് ശേഷം ഞാൻ വീടെത്തിയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് വരാൻ നേരത്ത് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് അതൊന്ന് മസാലയൊക്കെ തേച്ച് വെക്കണം. അപ്പം ഞാനിപ്പോൾ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. തല കുളിക്കുന്നില്ല, തല നാളെ കുളിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം പോയിട്ട് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. എൻ്റെ ഇതെന്തായാലും പേടിക്കണ്ട. ഓക്കെ, ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ മേല് കഴുകി. അപ്പം താഴെ സ്റ്റോബിൽ ഇട്ടാറ് നല്ല തണുപ്പാണ്, നല്ല മധുരമാണ് കേട്ടോ. ഇവിടുത്തെ സ്ട്രോബെറിക്ക് നല്ല മധുരമുണ്ട്. കാരണം മാത്രമല്ല ഇപ്പം പിന്നെ സ്ട്രോബെറി സീസണും കൂടെ അല്ലേ, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ സ്ട്രോബെറീസൊക്കെ. അമ്മ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. യമ്മി എൻ്റെ തീറ്റി കണ്ടിട്ട് എല്ലാവരും പേടിക്കണ്ട. അപ്പോൾ നമ്മൾ സാധാ ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ട് ഫേസ് കെയർ ഒക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ എണ്ണയും അതൊക്കെ തെറിച്ചിട്ട് ആ കൈ കൊണ്ടുതന്നെയൊക്കെ ഞാൻ മുഖത്ത് പിടിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് ജസ്റ്റ് ഒരു ബേസ് മാത്രം ചെയ്തിട്ട്
ഒന്ന് പോകാമെന്ന് കരുതുന്നു. ഫേസ് മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഞാനിപ്പോൾ തന്നെ ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ എൻ്റെ നൈറ്റിലത്തെ ഫേസ് കെയർ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലേ കാണിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഇടുന്നത് റെറ്റിനോൾ സിറമാണ്. കാരണം പിമ്പിൾസ് ഉള്ളതുകൊണ്ട് ഈ റെറ്റിനോൾ സിറവും പിന്നെ മറ്റൊരു സ്നെയിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ ഇട്ടതിന് ശേഷമാണ് എൻ്റെ മുഖത്തെ കുരുകൾ വളരെ വലുതായിട്ട് കുറയാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പം 2 ദിവസം കൊണ്ട് ഫേസ് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പം കുരുകൾ വീണ്ടും കാണിച്ചു തരാം. കുരുകൾ വീണ്ടും പൊങ്ങി തുടങ്ങി. അപ്പം ഞാൻ ഇതൊന്ന് സെറ്റാക്കട്ടെ ആദ്യം. അപ്പം ഒരു ശകല എമൗണ്ട് മാത്രമേ നമ്മൾ റെറ്റിനോൾ സിറം എടുക്കാൻ പാടുള്ളൂ. അതും നമ്മൾ ഈ ഒരു ഭാഗത്തും അണ്ടറായി അങ്ങനത്തെ ഭാഗത്തും നമ്മൾ ഇടാൻ പാടില്ല. പിമ്പിൾസ് ഉള്ള ഭാഗത്ത് മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ. ഇനി ഇതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷെ ഇന്ന് ഞാനിതൊന്നും ചെയ്യുന്നില്ല. ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസർ സംഭവം ഇത് തീരാറായി ഗൈസ്. എനിക്ക് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം ഞാൻ ഇവിടുത്തെ ക്രീമുകളൊക്കെ ഇടുന്നത് വളരെ 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 കുറവാണ്. കാരണം ഞാൻ ഇവിടുത്തെ ക്രീമുകൾ ഞാൻ അങ്ങനെ ഇടാറില്ല, സത്യം പറഞ്ഞാൽ ഇടാറില്ല. കാരണം നാട്ടിലെ ക്രീം ഇട്ട് തുടങ്ങിയപ്പോഴാണ് എൻ്റെ മുഖത്ത് നല്ലൊരു വ്യത്യാസം വരാൻ തുടങ്ങിയത്. അപ്പം ഈ ഇടയ്ക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ട്. ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് 2-3 സാധനങ്ങൾ ഓർഡർ ചെയ്ത് കൊടുത്താൽ ചേച്ചി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു ചെറിയ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അപ്പം തലയും കൂടി ഒന്ന് തല കെട്ടണമെന്നില്ല, തല ഇങ്ങനെയൊക്കെ മതി. ഇതാണ് എൻ്റെ ഒരു നൈറ്റ് ഫേസ് കെയർ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് പ്രോപ്പർ നൈറ്റ് ഫേസ് കെയർ അല്ല. അത് ഞാൻ നിങ്ങൾക്ക് നൈറ്റ് വന്നിട്ട് ഒരു ദിവസം കുളിക്കുന്ന ദിവസം ഞാൻ എൻ്റെ ഫേസ് കെയറും ഹെയർ കെയറും ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുളിസീനല്ല, അല്ലാണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടി കാണിച്ചു കേട്ടോ. സോ ഗൈസ്, ഞാൻ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. സാധാ ഞാൻ ഈ മൈക്ക് യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇങ്ങനത്തെ യൂട്യൂബ് വ്ളോഗിലൊന്നും നിങ്ങൾ എൻ്റെ ഇങ്ങനത്തെ മൈക്ക് കാണത്തില്ല. ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി കിടക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് നല്ല നോയ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ വോയിസ് നിങ്ങൾക്ക് ഒട്ടും കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ മൈക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഒന്ന് വൃത്തിയായി കഴുകുക. അതാണ് നമ്മുടെ അടുത്ത പണി. അതായത് എപ്പോൾ നമ്മൾ ചിക്കൻ മേടിച്ചാലും കഴുകാം. സാധാരണ ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി കട്ട് ചെയ്തിട്ടായിരിക്കും തരുന്നത്. അപ്പം ഞാൻ മേടിച്ചത് ബേബി ചിക്കനാണ്, ഭയങ്കര എമ്മിയാണ് ബേബി ചിക്കൻ. അപ്പം ഞാൻ ഡ്രം സ്റ്റിക്കും ഇതും സെപ്പറേറ്റ് കഴുകാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. കഴുകുന്നത് അങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാൻ തക്കവണ്ണം ഒന്നുമില്ല. എന്നാലും ഞാൻ എപ്പോഴും ചിക്കൻ കഴുകുന്നത് ഈ ഒരു പ്രൊസീജിയറായിരിക്കും. ഉപ്പൊക്കെ ഇട്ടിട്ടായിരിക്കും കഴുകുന്നത്. ചിക്കനിൽ അങ്ങനെ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയായിരിക്കും. കാരണം ഞാൻ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇത്രയും റിസ്ക് ഒന്നും എടുക്കാൻ പോകാറില്ല. ഇതിന്നൊരു ഈസി വേ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ ഗ്രാൻഡായിട്ടുള്ള ചിക്കനൊന്നും അല്ല ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈസി ആയിട്ട് നമുക്കൊരു ചിക്കൻ കറി പ്ലസ് ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കുന്നു. അത് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം നല്ലോണം നിറച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പിടണം. ആവശ്യത്തിലുള്ള ഉപ്പ് നമ്മൾ ഇട്ട് വെക്കണം. ഇവിടെയൊക്കെ ഇങ്ങനത്തെ സോൾട്ടും അല്ല, കുറേ സോൾട്ടൊക്കെ മേടിക്കാൻ കിട്ടും. എന്നാലും ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടെ ഒന്നും കൂടി ഇങ്ങനെ ആക്കിയതിന് ശേഷം മാറ്റി വെക്കുക. ഇനി അടുത്ത പാക്ക് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇത് നമുക്ക് ഡ്രം സ്റ്റിക്ക് ഒന്ന് കഴുകിയെടുക്കാം. ഡ്രം സ്റ്റിക്ക് 1 kg ഡ്രം സ്റ്റിക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ ജീവനാണ്. പിന്നെ നെക്സ്റ്റ് വീക്കിൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഷിഫ്റ്റ് ഉണ്ട്. അപ്പം ഓരോ ദിവസം ഓരോ ചിക്കൻ ഫ്രൈ വെച്ച് കൊണ്ടുപോയാലും നല്ല എമ്മി ആയിട്ട് എനിക്ക് കഴിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഡ്രം സ്റ്റിക്ക് ചൂസ് ചെയ്യാൻ കാരണം. അപ്പം ഡ്രം സ്റ്റിക്കും ഞാനിങ്ങനെ കഴുകാൻ വെക്കുവാണ്. അതും ഞാൻ ഉപ്പിട്ട് തന്നെയാണ് കഴുകുന്നത്. ഞാൻ ഈ തൊലിയൊന്നും യൂസ് ചെയ്യത്തില്ല. തൊലിയൊക്കെ ഞാൻ എടുത്ത് കളയും, എനിക്കിഷ്ടമല്ല തൊലിയൊന്നും. അപ്പോൾ ഉപ്പിട്ട് കഴുകും നമ്മൾ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഫ്രൈ ആക്കാൻ വേണ്ടിയുള്ള മസാല തേച്ച് വെക്കുക. പിന്നെ കറി ഇപ്പം ഞാൻ വെച്ചിട്ടാണ് കിടക്കുന്നത്. എനിക്ക് രാവിലെ എണീച്ച് കറി വെക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് എന്തായാലും ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് സാധാ ഞാൻ ഇങ്ങനെ അടുക്കി പുറക്കൊന്നും വെക്കാറില്ല. ഇപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ നേരത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് സോട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുന്നത്. അപ്പം മസാലകൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ നമുക്കിനി
ഇത് നമുക്ക് കറി വെക്കാനുള്ള ചിക്കനും ഇത് നമുക്ക് പൊരിക്കാനുള്ള ചിക്കനും. അപ്പോൾ പൊരിക്കാനുള്ള ചിക്കൻ ഇങ്ങനെ നമ്മൾ വരഞ്ഞു കൊടുക്കണം. ബാക്കിയൊക്കെ ഞാൻ വരഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടതേ ഉള്ളൂ. അപ്പം ഞാൻ സാധാ കറി വെക്കുള്ള ചിക്കൻ അങ്ങനെ മസാല ഇടത്തില്ല. പക്ഷേ എനിക്ക് കറി വെക്കുന്ന ചിക്കൻ വെള്ള കളർ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അതിൽ സാധാ നമ്മൾ മസാല അല്ലാണ്ട് ഇടും. അതിൽ കുറച്ചൊരു കളർ മാറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പുരട്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ രണ്ടിലും ആവശ്യത്തിന് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഫ്രൈ എനിക്ക് നല്ല ചുമ ഇരിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു തൃപ്തി വരത്തില്ല. ഫസ്റ്റ് നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടാമത് മല്ലിപ്പൊടി. ഞാനിതൊരു കുക്കിംഗ് വീഡിയോ അല്ല ഗൈസ്, പക്ഷെ നിങ്ങളങ്ങനെ എടുക്കുന്ന വെച്ചാൽ ഞാനൊരു ഷെഫായിട്ട് തോന്നിക്കുന്ന ഒരു വീഡിയോ അല്ല. ഞാൻ സാധാരണ യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഇടാറില്ലല്ലോ. പിന്നെ ഫുഡ് ബ്ലോഗർ എന്ന് പറയുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടണമല്ലോ. നെക്സ്റ്റ് ഇടുന്നത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇടുന്നത് ഗരം മസാലയാണ്. ഗരം മസാലയൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. കറി വെക്കാനുള്ള ചിക്കനിൽ കുറച്ച്, ബാക്കി ഇതിൽ നമുക്ക് ആവശ്യത്തിന് ടേസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് ഇതിൽ ഞാൻ ഒരല്പം ഇടുന്നുള്ളൂ. ബാക്കി ഇതിലാണ് നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും ഞാൻ കറി വെക്കാനുള്ള ചിക്കനിൽ വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ചിക്കനിൽ നമ്മൾ ആവശ്യത്തിലധികം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. സാധാ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടാണ് ഇടാറുള്ളത്, അതായത് അരിഞ്ഞ് പേസ്റ്റാക്കിയിട്ടാണ് ഇടാറുള്ളത്. പക്ഷേ അതിനുള്ള ക്ഷമ എനിക്ക് ദൈവം സഹായിച്ച് ഇന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ ഇടുന്നു. അടുത്ത നമ്മൾ ചിക്കൻ പൊരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് ഗ്രീക്ക് യോഗട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നല്ല അടിപൊളിയായിട്ട് മാരിനേറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രീക്ക് യോഗട്ട് ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്, ഭയങ്കര എമ്മിയാണ്. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ്. എനിക്ക് എപ്പോഴും ചിക്കൻ ഫ്രൈയിൽ ഉപ്പ് കൂടിപ്പോവോ കുറഞ്ഞു പോവുകയോ ചെയ്യും. ഇതിൽ നമ്മൾ കുറച്ചിട്ട് കൊടുത്തത് കറിയിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് അവസാനം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ലോണം മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇതിൽ കളർ അല്പം കുറവാണ് എന്നും പറഞ്ഞ് കളർ ഇട്ട് കൊടുക്കാൻ പാടില്ല നമ്മൾ. എനിക്ക് അങ്ങനെ ഒരു കറി വെക്കുമ്പം ആ ഒരു ചിക്കൻ വെള്ള കളറിലൊന്ന് കാണാണ്ടിരുന്നാൽ മതി. ബാക്കി എങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് ആ വെള്ള കളറിൽ കാണുന്നത് എനിക്ക് ഭയങ്കര എൻ്റെ സ്പൂണിൻ്റെ അവസ്ഥ ഉണ്ടോ ദയനീയം തന്നെയാണ്, സോറി, എന്നാലും എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. സോ ഞാൻ ഇതിൽ നമ്മൾ ആവശ്യത്തിനധികം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറി വെക്കുന്ന സമയത്ത് ആലോചിച്ച് വേണം മുളക് പൊടി ഇടാൻ. കറി ചുമ ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഫുഡ് കളർ വാങ്ങിച്ചിടാം. കാരണം എനിക്ക് ശീലമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മളിത് എൻ്റെ തൊണ്ട ഭയങ്കര സീരിയസ്. അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്യുക. ഇതിൽ നമ്മളെല്ലാം കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം നമ്മൾ കറിയിൽ ഒരുപാട് മസാല ഇടുന്നുണ്ട്. നമ്മൾ വളരെ കുറച്ചിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. അടുത്ത് നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള സാധനം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യുവാണ്. അത് നമ്മുടെ ചിക്കൻ്റെ എല്ലാ പീസിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗത്തിലൊക്കെ നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ വേണം തേച്ച് കൊടുക്കാൻ. എനിക്ക് ചിക്കൻ ഫ്രൈ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു അറിയാമോ, എൻ്റെ ചേച്ചി ഉണ്ടാക്കുന്നത്. അടിപൊളിയാണ്. കറക്റ്റ് നമ്മുടെ എന്താ പറയുക, ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറയത്തില്ല, ആ സെയിം സാധനം അടിപൊളി എന്ന് വെച്ചാൽ കിടിലായിട്ട് അവൾ ഉണ്ടാക്കും. എങ്ങനെയാണ് അവൾ അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ്, ഭയങ്കര എമ്മയാണ്. ഇതിൽ കുറച്ചുകൂടി ഉപ്പ് വേണം, എന്തിൻ്റെയൊക്കെ കുറവുണ്ട്, കുഴപ്പമില്ല. കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്ത് വന്നാലും ഞാൻ അവസാനം മുളക് പൊടി ഇട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കാരണം എനിക്കിങ്ങനെ വെളുവിളായിരിക്കുന്ന കളർ ഇഷ്ടമല്ല ഗൈസ്. എനിക്കിങ്ങനെ ചുമ ഇരുന്നാലേ കാണാനൊരു ഭംഗിയുള്ളൂ. സാധാരണ എന്നെപ്പോലെ ഇങ്ങനെ ചുമ കളർ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കാരണം തെറിച്ചു എല്ലായിടത്തും. ചുമ ഇരുന്നാലേ ചിക്കൻ ഫ്രൈക്ക് ഒരു ഭംഗിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നതെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇവിടുത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിങ്ങനെ വാങ്ങുന്നതിന് ഒട്ടും ടേസ്റ്റില്ല. സാധാരണ ഞാൻ ചതച്ചിട്ടാണ് ഇടുന്നത്. പക്ഷേ എനിക്ക് അത്രയും മെനക്കെടാനുള്ളൊരാവത് എനിക്കില്ല. കാരണം ഇനി നമുക്ക് ഒരുപാട് പണി ചെയ്യാനില്ലേ. തുണി നനയ്ക്കാനുണ്ട്. ഈ തുണി നനച്ച് തീർന്ന് അവരെ എടുക്കുമ്പോൾ നമുക്ക് അടുത്ത തുണി നനയ്ക്കാനിടാം. ഇതൊക്കെ നമ്മൾ നാളെ ആയിരിക്കും വിരിക്കുന്നത്. സോ ഇതും മാരിനേറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഓക്കെ. സോ ഗൈസ്, ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഇപ്പോൾ തന്നെ വേറൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ്. കാരണം നമുക്കിനി ഇത് ആവശ്യമില്ല, തുറന്നു ഇനി ആവശ്യമില്ല. നമുക്ക് ഉപ്പ് കൂടി പേസ് നല്ല എരിവുണ്ട്, ഒരു ടേസ്റ്റും ഇല്ല. ഫ്രൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ലായിരിക്കും.
എനിക്ക് കൊണ്ടുപോകാനല്ലേ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇത് ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെക്കുക. നല്ല ഭംഗിയുണ്ട്, നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. എങ്ങനെ ഇങ്ങനെ വെളുവിളായിരിക്കുന്നതിന് പോലെ നല്ല ചോശമായിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ബാക്കി വന്ന മസാലയും കൂടി ഇതിലിട്ടതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ആവശ്യത്തിനെടുത്ത് പൊരിക്കുക കഴിക്കുക. ഇതിനായിരിക്കും നമ്മുടെ പണി. സോ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇത്രയും ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഒരു 5 സവോള, 4 തക്കാളി, 3-4 പച്ചമുളക്, പിന്നെ കൊറിയാണ്ടർ ആൻഡ് പുതിന. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ സാധാ ഞാൻ ഇത്രയും എടുക്കുന്ന ഒരു വ്യക്തിയല്ല. ഇനി നമ്മുടെ കാര്യങ്ങൾ അരിയുക എന്നുള്ളതാണ്. എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഭയങ്കര മടിയാണ്. പക്ഷേ കഷ്ടകാലം നീ പാമ്പ് ഹൊത്തിയ ഹേ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്കറിയത്തില്ല. അതുപോലെയാണ് ഒറ്റയ്ക്കാകുന്ന സമയത്ത് കുക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എനിക്ക് ബോറടിക്കുന്നത്, എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ എടുക്കൽ, ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്പീക്കർ എടുത്തിട്ട് വന്നിട്ട് പാട്ടിടും, പാട്ട് കേൾക്കും, കുക്കിംഗ്. അതിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു വൈബ് പിന്നെ എവിടെ പോയി എന്ത് ചെയ്താലും കിട്ടത്തില്ല. അപ്പം അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം കുക്കിംഗ് അതൊരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പം ഇന്നെന്നൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര മടിയാണ്. കാരണം നാളെ ജോലിയില്ല, എനിക്ക് 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ട് ഇവിടെ വന്നിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. ഞാൻ സവോള അരിഞ്ഞതിന് ശേഷം നമുക്ക് പോയി നമ്മുടെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വരാവുന്നതാണ്. ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനിടാം. അതിന് ശേഷം നമുക്കിവിടെ കുക്കിംഗ് ചെയ്യാം. അപ്പം നിങ്ങളപ്പോൾ വിചാരിക്കുന്നതിനും ഇതിൻ്റെ കൂടെ എന്താ കഴിക്കുക എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് നമ്മൾ ഇന്നൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ദോശമാവ് മേടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി എനിക്ക് വിഷമം ദോശമാവ് വെച്ചിട്ട് നമ്മളൊരു ദോശ ചുടുക, ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുക്കുക, അങ്ങ് കഴിക്കുക, അത്ര തന്നെ. അപ്പോൾ ഇപ്പം ഞാനിത് ചെയ്യുന്നത് എന്തിനെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇപ്പം ഞാനിത് ചെയ്യുന്നത് നാളെ എനിക്കൊരു ഓഫ് ഡേ ആണ്. കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. എല്ലാ ഓഫ് ഡേക്കും ഒന്നിൽ മാളുവോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സോ ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിളിച്ചിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടായിരിക്കും. അപ്പോൾ നാളെ എനിക്കൊരു ഓഫ് ഡേ ആണ്. എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറേ വീഡിയോസ് എടുക്കാനുണ്ട്. എനിക്കൊന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്ന വ്ളോഗൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്, കാണിച്ചു തരാവേ. അപ്പം അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നാളെ എനിക്കിത് ചെയ്യാനുള്ളൊരു ടൈമില്ല. അപ്പോൾ മറ്റന്നാൾ മുതൽ അടുത്തുള്ള 6 ദിവസം എനിക്ക് കണ്ടിന്യൂസ് ഷിഫ്റ്റാണ്. അപ്പം അതെനിക്ക് മാറ്റാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പട്ടിപ്പണി എടുക്കുന്നത്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു ദിവസമായിരുന്നു. അപ്പം ഞാൻ ഈ സവോള അരിഞ്ഞ് തീർക്കുന്നത് വരെയുള്ള കഥ നിങ്ങൾക്ക് കേൾക്കണമെന്നില്ലല്ലോ. ഈ 5 സവോള ഞാൻ അരിയും, തക്കാളി അരിയും. അതിനുശേഷം കുക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഉള്ള ഷോർട്ട് വീഡിയോസ് ഞാൻ കാണിച്ചത്. ഓക്കെ, സോ ഗൈസ്, ഞാൻ സവോള അരിഞ്ഞിട്ട് ഇത്രയും ആക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ തക്കാളി ഞാൻ അരിയാൻ പോകുന്നു. അതിന് മുന്നിൽ അപ്പോൾ നമ്മൾ വിചാരിച്ചു സവോള വരണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളിയൊക്കെ ചെയ്ത് സെറ്റാക്കില്ല, അപ്പോൾ സമയം വേസ്റ്റ് ആവത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്, തീരാറായി. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയൊക്കെ കട്ടിയായിപ്പോവും. അയ്യോ, ഭയങ്കര ചൂടായിപ്പോയി. വെളിച്ചെണ്ണയൊക്കെ കട്ടിയായിപ്പോവും. അപ്പോഴത്തേക്കും ഞാൻ വെളിച്ചെണ്ണ ഫസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഇങ്ങനത്തെ സാധനങ്ങൾ, മറ്റേ വയനയില, ഇങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ് ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കാണ് കടുക് ഇതിന് മുന്നിൽ ഇട്ട് കൊടുക്കാം. ഞാൻ മറന്നുപോയി, കടുക് എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടോ. ഇത്രയും മസാലകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ നിരത്തി വെച്ചിരിക്കുന്നത്. കാരണം എനിക്ക് അപ്പോഴപ്പോഴും പോയി എടുക്കാൻ വയ്യ. ഞാൻ കടുക് ഇട്ടിട്ട് വരാം. ഓക്കെ, നമ്മളിതിലേക്ക് ഒരു ഇച്ചിരി കടുകും ഒരു ഇച്ചിരി ജീരകവും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, എൻ്റെ മാത്രം റെസിപ്പീസാണ്. ഇതൊന്ന് ചൂടായി ചിരിപ്പിക്കല്ലേ, കത്തിപ്പിടിച്ചെന്ന് തോന്നുന്നു. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് സവോളയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരിക്കത്തില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ ഈ സവോള ഒന്ന് വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ബൈ. ഇതിനിടയിൽ പോയി ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വേറൊന്നിനുമല്ല, നമുക്കിവിടെ നമ്മുടെ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാൻ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒരു കുടക്കീഴിൽ നടക്കുമെന്ന് പറയുന്ന പോലെ ഇതും ആ ഇടയ്ക്കങ്ങ് നടന്നു പോകും. അപ്പോൾ നമുക്ക് ടെൻഷനില്ല, എല്ലാം അങ്ങ് പെട്ടെന്ന് നടന്നു പോകും. മനസ്സിലായി? അപ്പോൾ ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. എൻ്റെ സവോള അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. തക്കാളി ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചു. അപ്പം ഇനി നമുക്ക് വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാൻ വെച്ചാൽ
കുറച്ച് കാര്യം നടക്കും. അതിനിടയ്ക്ക് നമ്മൾ സ്ട്രോബെറി തിന്നുക, ഷേക്ക് അടിക്കുക, കുടിക്കുക, പോയി കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഞാൻ ഇത് കറി വെച്ചാൽ നമുക്ക് രാത്രി വിശക്കുകയാണെങ്കിൽ പൊറോട്ടയുണ്ട്, ദോശയുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. അതൊന്നും വെച്ച് നോക്ക്, വെറുതെ അവിടെ കാര്യമില്ല. ഓക്കെ ഗൈസ്, എൻ്റെ എന്താണ് എൻ്റെ പേര് സവോള വെച്ച് നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മണം തന്നെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്, കുറച്ച് മതി കേട്ടോ. കാരണം നമ്മൾ ചിക്കനിൽ കുറച്ചിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ സവോള വഴട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇത് ഒരു ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് നമ്മുടെ അടുത്ത പ്രൊസീജിയേഴ്സ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. കാരണം ഈ അടുപ്പിലൊന്നും വെക്കാത്തത് ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്ലെയിം ഉള്ളത്. ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, കുറേ ടൈം നമുക്ക് ലാഭിക്കും. കാരണം നമുക്ക് മുകളിൽ പോയിട്ട് ഇനിയും കുറേ കലാപരിപാടികളുണ്ട് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ശരിയാക്കി എടുക്കട്ടെ. അടുത്ത ഞാൻ മുകളിൽ പോയിട്ട് തുണി എടുത്തിട്ട് വരാം. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ദോശമാവ് പൊട്ടിച്ചിട്ട് നമ്മൾക്ക് ഇതിലോട്ട് ഒഴിച്ച് വെക്കുക എന്നുള്ളതാണ്. ഇത് നല്ല ദോശമാവാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ദോശമാവ്. സോ നമ്മളത് ഇതിലേക്ക് ഒഴിച്ച് വെക്കുക. സാധാ ഞാൻ ഈ ദോശമാവല്ല വാങ്ങുന്നത്, പക്ഷേ ഇത് കൊള്ളാം എന്നൊരു കേട്ടറിവ് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ദോശമാവ് ഞാൻ ഇങ്ങനെ ആക്കി വെക്കുന്നത് എളുപ്പത്തിന് രാവിലെ എടുത്ത് ചുട്ടാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിലേക്കെങ്കിൽ പിന്നെ രാവിലെ ചെയ്താൽ പോലും, രാവിലെ നമുക്ക് അതിനുള്ള സമയമില്ലല്ലോ, നമ്മൾ തിരക്കായിരിക്കൂലേ. അപ്പോൾ അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ദോശയുടെ മാവിൻ്റെ മാക്കി നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ മൊത്തത്തിലായിട്ട് ഇങ്ങനെ മാറ്റി വെക്കണം. അപ്പം ആ പണിയും കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ? ഷേക്ക് അബ്ദുള്ള. അയ്യോ, എൻ്റെ വണ്ടിയിൽ ഒരു കുപ്പി ഇരിക്കുന്നു, അത് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി ഗൈസ്. ഇനി നമ്മൾ ഇതടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ. സോ ഗൈസ്, നമ്മുടെ സവോളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ, മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. മസാലകൾ നമുക്കിവിടെ കഴിഞ്ഞില്ല. നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അതിന് ശേഷം ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ബാക്കി മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇതെൻ്റെ മാത്രം റെസിപ്പീസാണ്. ഓക്കെ, നമ്മൾ നന്നായിട്ടൊന്ന് ഇതാക്കാം. ഒരു 2 മിനിറ്റ്സ് ഇങ്ങനെ തുറന്ന് നിന്ന് വേകുമ്പോൾ തന്നെയാണ് നമ്മൾ അടുത്ത മസാലകൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. നമ്മൾ നോൺ സ്റ്റിക്ക് പ്ലേറ്റിൽ എപ്പോഴും തടി വച്ചിട്ടുള്ള സ്പൂണേ യൂസ് ചെയ്യും. അതായത് കരണ്ടി സ്പൂണൊക്കെ ഒന്ന് തന്നെയാണല്ലോ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. സോ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി. ഓക്കെ, ഡൺ. അടുത്തത് നമുക്ക് മുളക് പൊടി എരിവ് കൂടി പോകരുത്. 1 2. ഓക്കെ, മുളക് പൊടി. അടുത്ത നമുക്ക് ഗരം മസാല ലാസ്റ്റാണ് ഇടേണ്ടത്, എന്നാലും ഞാൻ ഒരിച്ചിരി ഇപ്പോൾ ഇട്ട് കൊടുക്കുവാണേ. ഗരം മസാല. പിന്നെ നമുക്ക് മല്ലിപ്പൊടിയും ഒരു ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ 2 സ്പൂൺ മല്ലിപ്പൊടി എന്നുള്ളൊരു പ്രക്രിയയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കൈ കാരണം നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഇവിടെ ഫോൺ വയ്ക്കാനുള്ള വേറെ ഒരു മാർഗവും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. സോ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് സ്ട്രോബെറി വിത്ത് അവക്കാഡോ ഷേക്ക് അടിക്കുവാണ്. എപ്പോഴും ഞാൻ അവക്കാഡോൻ്റെ കൂടെ പലതും ട്രൈ ചെയ്യാറുണ്ട്. നമ്മുടെ എന്താ അതിൻ്റെ പേര്, മാംഗോ, ബനാന, കിവി, ഇതൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് സ്ട്രോബെറി ഷേക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ടാണ് സ്ട്രോബെറി വിത്ത് അവക്കാഡോ ട്രൈ ചെയ്യാൻ പോകുന്നത്. അയ്യോ, ഈ സ്ട്രോബെറി നോക്കി ഗൈസ്, ഇരട്ട സ്ട്രോബെറി. ഇത് കഴിച്ചാൽ ഇരട്ട പിള്ളേർ ഉണ്ടാവുന്നു, വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നില്ലേ. അപ്പോൾ ഞാൻ സ്ട്രോബെറിയും അവക്കാഡോ, ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നത് ഷുഗർ, പിന്നെ റോ മിൽക്ക്. ഒച്ചിരി പോലും വെള്ളം ചേർക്കത്തില്ല. ഫുള്ള് ഞാൻ പാല് മാത്രം ചേർത്തിട്ടായിരിക്കും ഞാൻ അടിക്കുന്നത്. ഇത് അടിച്ചിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ ഇന്ന് കെറോമി ഇരുന്ന് ചുമ്മാ വരച്ചതാണ്. ഇനി ഇതെന്താ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരരുത്. സോ ഇതിലേക്ക് നമുക്ക് ഷുഗറും പാലും ഇട്ട് അടിച്ചതിന് ശേഷം കാണാം. ഓക്കെ, ബൈ. 1 2 3 സ്റ്റാർട്ട്. ടാടാങ്, റെഡിയായി. ഇനി നമ്മൾ ഗ്ലാസ്സിൽ ഒഴിക്കുക, ചെറുപല കുടിക്കാം. ഈ ഗ്ലാസ് കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഞാൻ മുന്നിൽ ഒരു അവക്കാഡോ ഷേക്ക് ഒഴിച്ച് വെച്ചിരുന്നതാണ്. അതിൻ്റെ ബാക്കിയും കൂടി ഞാൻ ഇതിൽ. സ്ട്രോബെറി ഒന്നും അരഞ്ഞില്ല ഗൈസ്.
കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കുടിച്ചാൽ മതി. ഇതിൽ വെച്ചിട്ട് ബാക്കി നമുക്ക് വേറൊരു ഗ്ലാസ് എടുത്ത് ഒഴിച്ച് കുടിക്കാം ഇടുക എന്നുള്ളതാണ്. സാധാരണ കുളിക്കും, എന്നിട്ട് ഈ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ അലക്കാനുള്ളതാട്ടോ. കുളിക്കും അലക്കും ഇതൊക്കെ ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നാളെ അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ട് ഇന്ന് കുളിച്ചില്ല. അപ്പം മേല് കഴിവല്ലേ ഉള്ളൂ. അപ്പം നാളെ ആയിരിക്കും കുളി ദിവസം. അപ്പം കുളിച്ചിട്ട് ചെയ്യാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുളിച്ചിട്ട് ഫേസ് കെയർ, ഹെയർ കെയർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. പക്ഷേ നമ്മൾ ഇന്ന് ഇത്രയേ ഉള്ളൂവെങ്കിലും ഒരുപാട് തുണിയുണ്ട് വാഷ് ചെയ്യാൻ. അപ്പോൾ തുണികളെല്ലാം ഞാനിങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടി ഇടുവാണ്. അപ്പം ഇതും നമ്മുടെ ഒരു റൊട്ടില്ല എന്ന് വെച്ചാൽ ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 ഡേയ്സിലൊക്കെ നമ്മൾ തുണി വാഷ് ചെയ്യാൻ ഇടും. ഇപ്പോൾ ചേച്ചിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കങ്ങനെ അധികം തുണി ഇല്ലല്ലോ. ഇപ്പോൾ ഇവർ പോകാൻ നേരത്ത് ഇട്ടിരുന്ന കുറച്ച് തുണികളുണ്ടായിരുന്നു, അല്ലാണ്ട് എനിക്കങ്ങനെ തുണിയൊന്നും വാഷ് ചെയ്യാനില്ല. അപ്പം അവൾ ഇട്ട കുറച്ച് നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളും എനിക്കിപ്പോൾ നൈറ്റ് ഡ്രസ്സൊന്നും ഇടാനില്ല. അതുകൊണ്ടാണ് ഈ നൈറ്റ് ഡ്രസ്സൊക്കെ എന്താ ഇടാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ വാഷ് ചെയ്യുമ്പോഴത്തേക്കും പൗഡറും യൂസ് ചെയ്യും, ഡിറ്റർജൻറ്റും കംഫർട്ടബിളും യൂസ് ചെയ്യും. ബിക്കോസ് മണവും മുഖ്യം ഗുണവും മുഖ്യം എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ. സോ രണ്ടും നമുക്ക് ആവശ്യമാണെങ്കിൽ ഇതിടാം. ഞാൻ മേടിച്ച പൗഡറിന് ഓൾറെഡി നല്ല മണമുണ്ട്, അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായി. സോ ഗൈസ്, ഇങ്ങനെ വരുമ്പോഴാണ് എനിക്ക് എന്തോ ആവുന്നത് കേട്ടോ. ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഫൈനൽ സ്റ്റേജ് മാത്രമേ ഉള്ളൂ. തുണി വാഷ് ചെയ്യാൻ ഇട്ടു, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ചു, ഷേക്ക് ഉണ്ടാക്കി. ഷേക്ക് കൊള്ളാൻ കേട്ടോ, ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സ്ട്രോബെറിയും സത്യം അവക്കാഡോയുടെ ടേസ്റ്റ് മാത്രമാണ് കൂടുതൽ എടുത്തറിയുന്നത്. കാരണം അവക്കാഡോ ഞാൻ രണ്ടാമത് ഒന്നുകൂടി ഇട്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ അവസാന പണിയായ പാത്രം കഴുകലിലേക്ക് കിടക്കാം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പാത്രം കഴുകൽ. പക്ഷേ എന്ത് ചെയ്യാൻ, വേറെ നിവർത്തിയില്ലല്ലോ. നമ്മുടെ പാത്രം നമ്മൾ കഴുകിയല്ലേ പറ്റത്തുള്ളൂ. വീട്ടിലൊക്കെയാണ് ഞാൻ കഴിച്ച പാത്രം പോലും കഴുകത്തില്ല ഗൈസ്, കാരണം അമ്മയായിരിക്കും എപ്പോഴും പാത്രം കഴുകുന്നത്. അപ്പം കാരണം എനിക്ക് വേറെ എന്ത് പണി, എനിക്ക് ക്ലീനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തും പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ഞാൻ വെക്കും. പക്ഷെ പാത്രം കഴുകാൻ എനിക്ക് എൻ്റെ അമ്മ അങ്ങനെ തരത്തുമില്ല. കാരണം എനിക്കെന്തോ ഒരു ഇഷ്ടക്കുറവാണ്, കാരണം എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുവാണ്. ഇതും കൂടി കഴിഞ്ഞാൽ ചിക്കൻ്റെ ഒരു ലാസ്റ്റത്തെ ഒരു പണിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശമുള്ള പണികൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ മുകളിൽ പോയിട്ട് നമ്മുടെ ബാക്കി പണികൾ ചെയ്യുന്നതായിരിക്കും കഴിച്ച്. അപ്പോൾ പാത്രം കഴുകിയിട്ട് കാണാം. സോ എൻ്റെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പായിട്ട് തക്കാളിയും എനിക്ക് നല്ല വരണ്ടിരിക്കുന്ന ചിക്കനായിരുന്നു ഇഷ്ടം. വെള്ളം ഒഴിച്ചപ്പോൾ കൂടിപ്പോയി, അതുകൊണ്ട് കുഴപ്പമില്ല. തക്കാളിയും മല്ലിയിലയും ഇച്ചുപൂനും പുതിന ഇലയും കൂടി ചേർത്ത് നമ്മൾ ഇടുകയാണ്. പുതിന ഇലയൊക്കെ വാടിപ്പോയി ഗൈസ്, കുറേ നാളെ മേടിച്ച് വെച്ചിട്ട് വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇതിലെടുത്ത് ഇടുന്നതാണ്. സോ എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുക. ഇത് ഇളക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ചിക്കൻ കറി റെഡിയായി. സോ ഗൈസ്, ഞാനിപ്പോൾ മേലെ കയറി വന്നു. ലാപ്ടോപ്പ് ഇവിടെ ഇരിപ്പുണ്ട്, ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്നു. ചിക്കൻ കറി ഏകദേശം ആയി. ഇനി അത് ഒന്ന് വെന്തിട്ട് അടച്ച് മാറ്റി വെച്ചാൽ മതി, നമ്മളിന്ന് കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ കയറി വരാൻ കാരണം എൻ്റെ ഫോണിൽ ചാർജില്ല, വെറും 3%. അതിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർന്നിട്ട് ഇത് ചാർജ് വെച്ചിട്ട് താഴെ പോയി ചിക്കൻ കറിയൊക്കെ ഇറക്കിയിട്ട് വരുമ്പോൾ ബാക്കിയുള്ള വീഡിയോ ഇവിടെ ഒന്നുമില്ല. ലാപ്ടോപ്പിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, കിടക്കുക, പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, സർപ്രൈസ്. അപ്പം ഞാൻ കയറി വരാൻ കാരണം ഫോൺ ചാർജ് വെക്കാനാണ്. യൂഷ്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എൻ്റെ ഒരു ഓഫ് ഡേ വരുന്നത്. അടുത്ത ദിവസം ഷിഫ്റ്റ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോൾ 4-5 മണിയാവും. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവും, നിശേശ്വരി വീട്ടിൽ പോവും, അവിടെ പോകും, ഇവിടെ പോകും, ഇങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ. അപ്പം ഇന്ന് നാളെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് പെട്ടെന്ന് പണിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പം എൻ്റെ ഒരുപാട് വീഡിയോസ് എനിക്ക് ഇനിയും ചെയ്യാനുണ്ട്. അപ്പം വീഡിയോസ് ഇപ്പം ഒരുപാട് കുറഞ്ഞു, കാരണം ഞാനിപ്പോൾ ഫുൾ ഫോക്കസ്ഡ് ആയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലെ ഷോർട്സിലാണ്. ലൈഫ് സ്റ്റൈൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നല്ല റീച്ച് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഷോർട്ട് വീഡിയോസാണ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ ഇടാനുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ വീഡിയോസ് എടുക്കുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് വീഡിയോസ് ഇടാനില്ലാത്തത്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബിലുള്ള വീഡിയോസാണ് ഞാൻ എടുക്കാൻ കൂടുതൽ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് 2-3 ദിവസം ഇനി അടുപ്പിച്ച് ഓഫുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ നല്ല വീഡിയോസ് ഇടുക എന്നതായിരിക്കും എൻ്റെ അടുത്ത പരിപാടി. അപ്പോൾ ഇപ്പം നമുക്ക് പോയി ഫോൺ ചാർജിന് വെക്കാം. ഫോണിലൊട്ടും തന്നെ ചാർജില്ല.
എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, ഒന്ന് ഫ്രീ ആയി. അപ്പം എന്തായാലും നാളെ ഷിഫ്റ്റില്ല. അപ്പം ഞാൻ എന്തായാലും ഷിഫ്റ്റ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവും, ബീറ് കുടിക്കും, ചില്ല് ചെയ്യും. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എന്തായാലും പോകാനുള്ള ഒരു മൂഡില്ല. മാത്രമല്ല ഞാൻ ഇന്ന് വിചാരിച്ചൊരു സിനിമ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, PT സർ. സോ ആ സിനിമയും കണ്ട് ഒരു ബീറൊക്കെ കുടിച്ച് ചില്ല് ചെയ്തിരിക്കുകയാണ്. സോ ഒറ്റയ്ക്കുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് റൂമിൽ ചില്ല് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ സം ഓഫ് ദ ടൈം ഞാൻ വന്നിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇന്ന് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ എൻ്റെ ത്രോട്ട് എനിക്ക് പറ്റുന്ന സൗണ്ട് അല്ല. അപ്പോൾ ത്രോട്ട് എന്നെ പിന്നിലോട്ട് വലിക്കുവാണ്. ചെയ്യല്ലേ എന്ന് പറഞ്ഞ് എന്നെ പിന്നിലോട്ട് വലിക്കുവാണ്. അതെനിക്ക് കേൾക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാനപ്പം ത്രോട്ട് കണ്ടോ, ഇതാണ് പ്രശ്നം. മാത്രമല്ല ഞാനിപ്പോൾ എൻ്റെ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. മുന്നത്തെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല ഗൈസ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു തെച്ച് കിട്ടത്തില്ല. ഞാനിപ്പം ഡോവറിലാകുന്ന സമയത്ത്, അതിന് മുന്നിൽ നാട്ടിലാകുന്ന സമയത്ത്, നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ടേ ഇല്ല. ചേച്ചിയൊക്കെ വന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ചേച്ചി മിക്കാറുള്ള സമയത്ത് മാളും ഇവിടെ കാണാറുണ്ട്. അപ്പോൾ അവളൊക്കെ ആയിരിക്കും എനിക്ക് കുക്ക് ചെയ്യുന്നത് തരുന്നത്. അപ്പം ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി പിന്നിലോട്ട് പോകും. മസാലയൊക്കെ എന്തോ മാറിപ്പോയ പോലെ എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല, പക്ഷെ എനിക്ക് കഴിക്കാൻ അത് ഓക്കെയാണ്. വേറൊരാൾക്ക് കഴിക്കും ഓക്കെ, ഭയങ്കര വാവ് ഡെലീഷ്യസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെയാണ്. അപ്പം ഞാൻ മറ്റേ തൊണ്ട എനിക്ക് വേറെ ഇതാണ് എൻ്റെ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ദിവസം എന്ന് പറഞ്ഞാൽ. സാധാ ഞാനിങ്ങനെ നെക്സ്റ്റ് ഡേ ഷിഫ്റ്റിൽ ഞാൻ വന്ന് നല്ല തല നനയെ ഷാമ്പൂ, കണ്ടീഷണർ, ഹെയർ മാസ്ക് അതൊക്കെ ഇട്ട് നല്ലോണം സൂപ്പറായിട്ട് കുളിച്ച് മുടിയൊക്കെ സെറ്റാക്കി വന്ന് ഫേസ് കെയർ, ഹെയർ കെയർ, സെൽഫ് കെയർ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ നേരെ നനയ്ക്കാനുള്ള തുണികളൊക്കെ എടുത്ത് താഴെ പോയി വാഷിംഗ് മെഷീനിലിട്ട് അതിനിടയ്ക്ക് ഇവിടെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വെച്ചതിന് ശേഷം താഴെ പോയി കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പൂപ്പ കുക്കിംഗ് ഒന്നും അല്ല, പ്രോപ്പറായിട്ട്. ഇന്ന് ഞാൻ കേരള കഫേ പോയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം വെച്ച ചിക്കൻ കറി, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ ചോറ് എന്തെങ്കിലും ഉണ്ടാക്കിയേനെ. ഇതൊക്കെ നല്ല ഗ്രാൻഡായിട്ടുള്ള ഫുഡ് തന്നെ ഞാൻ കഴിച്ചേനെ. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ നിന്ന് പപ്സൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഈ വയറ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടും നാളെ രാവിലെ എനിക്ക് കുക്ക് ചെയ്യാൻ. അപ്പോൾ നാളെ രാവിലെ ഉറക്കം അണിച്ച് ദോശയും ചിക്കൻ കറിയും അല്ലെങ്കിൽ പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അതിന് കൂടെ ഒരു കട്ടൻ ചായയും, അതൊരു ലെവൽ ഫീലിംഗ് ആണ്. പുറത്ത് ഞങ്ങളുടെ ഗാർഡനിലൊരു ടേബിളുണ്ട്, അവിടെ ചെന്നിരുന്ന് കഴിക്കണം. നാളത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എന്ത് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇനിയിപ്പോൾ സമയം നോക്കട്ടെ 11:30 കാരണം കേരള കഫേയിൽ, അതായത് കഫേയിൽ ഞാൻ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടൈം വേസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. വേസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നാളെ ഷിഫ്റ്റില്ല, രാവിലെ കിടന്ന് ഉറങ്ങാം. ഉച്ചയ്ക്ക് ശേഷമാണ് ടെമ്പിളിൽ പോകുന്നത്. അപ്പം എനിക്ക് പേഴ്സണലി എൻ്റെ ഈ ഒരു ലൈഫാണ് എനിക്കിഷ്ടം. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുക, ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കുക, ഒറ്റയ്ക്ക് കഴിക്കുക. അതാകുമ്പോൾ കൊള്ളത്തില്ലെങ്കിലും നമ്മൾ തന്നെ സഹിച്ചാൽ മതിയല്ലോ. ചില എൻ്റെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും ഇത്രയും കിടിലായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടല്ലോ, ചിലതൊന്നും വാക്കിയിൽ പോലും വെക്കാൻ കൊള്ളത്തില്ലായിരിക്കും. പക്ഷേ ഞാൻ അങ്ങ് കഴിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഒരു സൈഡിൽ സിനിമ കാണാൻ പോവാണ്. പിന്നെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ. നിങ്ങൾക്ക് എൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നതും കുക്ക് ചെയ്യുന്നതൊക്കെ 1.5 മിനിറ്റിൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. എനിവേ, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നീരജ് അമ്മൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജ് അമ്മൂസ് ഇൻസ്റ്റ ഐഡിയും കൂടി സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ലൈഫ് സ്റ്റൈലിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല അടിപൊളി കിടിലം നെഗറ്റീവ് കമൻസ്. സോ ഞാനത് ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഞാനത് സത്യം പറഞ്ഞാൽ ഞാൻ നോക്കാറൊന്നുമില്ല. ചിലരൊക്കെ പറയും ഈ കുട്ടിക്ക് എന്ത് നെഗറ്റീവാണ്. നെഗറ്റീവ് ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് മറ്റുള്ളവർ അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പം അതിലോട്ട് ഒട്ടും ശ്രദ്ധിക്കാത്തത്. എനിക്ക് വയ്യ. ഫസ്റ്റൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യും. പിന്നെ അത്രയും ബാഡായിട്ട് ഒരു വൃത്തികെട്ട അബ്യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം അതും ഞാൻ കാണാറില്ല. ഫ്രണ്ട്സ് ആരെങ്കിലും പറയും ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് ഞാൻ ആ കമൻറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യും. അല്ലാണ്ട് വരുന്ന ഒരു കമൻസിനും ഞാൻ അങ്ങനെ വലുതായിട്ട് റിപ്ലൈ കൊടുക്കാറില്ല. കമൻറ്റ് അങ്ങനെ ശ്രദ്ധിക്കാറുമില്ല. അപ്പം ഇതാണ് എൻ്റെ ഒരു നൈറ്റ് ലൈഫ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക. ബൈ ഫ്രം നീരജ.